2026 ഫെബ്രുവരി 8 ആരംഭിച്ച US-ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം ശക്തമായി കൊണ്ടിരിക്കുന്നുവെന്നാണ് ഓരോ ദിവസം കഴിയുന്തോറും പുറത്തുവരുന്ന വാർത്തകൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ പശ്ചിമേഷ്യയിൽ സമാധാനത്തിനായി നടത്തിയ 3 ദിവസത്തെ ചർച്ചകൾ പരാജയപ്പെട്ടതും ഇസ്രായേൽ ലക്ഷ്യമാക്കി ഇറാൻ ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ വഹിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതും മറ്റും യുദ്ധത്തിന്റെ ആക്കം കൂട്ടുന്നവയിൽ ചിലത് മാത്രമായിരുന്നു. പേർഷ്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇറാൻ ഒരിക്കലും ഇന്നത്തേതുപോലെ ആയിരുന്നില്ല എന്നതാണ് ഇറാന്റെ ഭൂതകാലത്തിലേക്ക് അന്വേഷണം നടത്തുമ്പോൾ നാം തിരിച്ചറിയുന്ന സത്യം. കലയും സംസ്കാരവും മാനവികതയും സംഗമിച്ചിരുന്ന ഒരു ചരിത്രമുണ്ടായിരുന്നു പഴയ ഇറാന്. 1979 മുൻപുള്ള കാര്യമാണ് ഈ പറയുന്നത്. അന്ന് പശ്ചിമേഷ്യയിലെ ഏറ്റവും ആധുനികവും പാശ്ചാത്യ രാജ്യങ്ങളോട് കിടപിടിക്കുന്നതുമായ രാജ്യമായിരുന്നു ഇറാൻ. എന്നാൽ എന്നു മുതൽ ഇറാനിലെ അധികാരികൾ സ്വേച്ഛാധിപത്യത്തിലേക്കും അഴിമതിയിലേക്കും തിരിഞ്ഞോ അന്ന് മുതൽ ഇറാൻ നാശത്തിന്റെ പാതയിലേക്ക് തിരിയുകയായിരുന്നു. ആ പതനത്തിന് ആക്കം കൂട്ടുന്നവയായിരുന്നു ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്നുള്ള മത തീവ്രവാദം. ആധുനികത കൈമോശം വരികയും ആസുരത പിടിമുറുക്കുകയും ചെയ്തപ്പോൾ ജനസേവനം എന്ന ലക്ഷ്യം മറന്ന് ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാനും ലോകത്ത് ഭീകരത സൃഷ്ടിക്കാനുമായി ഇറാൻ ശ്രമം ആരംഭിച്ചു. അവിടം മുതൽക്ക് ഇറാന്റെ തകർച്ച പൂർണ്ണമായെന്ന് പറയാം. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഇറാനെതിരെയുള്ള ഇസ്രായേൽ അമേരിക്ക പടയൊരുക്കങ്ങൾ. ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ പടയൊരുക്കത്തിന് കോപ്പ് കൂട്ടുന്നതിൽ പ്രധാന കാരണം ഇറാനിലുള്ള ആണവ നിലയങ്ങളും ഭൂഗർഭ ബങ്കറുകളുമാണ്. ഇറാനിലെ അണ്ടർഗ്രൗണ്ട് മിസൈൽ സൈറ്റുകൾ ഇറാന്റെ സൈനിക ഘടനയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലുകൾ, പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ ലോഞ്ചറുകൾ എന്നിവയെല്ലാം സൂക്ഷിക്കപ്പെടുന്നത് അണ്ടർഗ്രൗണ്ട് സൈറ്റുകളിലാണ്. ഇത്തരത്തിലുള്ള മിസൈൽ സൈറ്റുകൾ ഇറാന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ഇറാൻ സൈന്യത്തിന്റെ ഭാഗമായ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ്സ് കോർപ്പിന്റെ മേൽനോട്ടത്തിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. 500 മീറ്ററിലധികം താഴ്ചയിലാണ് അണ്ടർഗ്രൗണ്ട് മിസൈൽ സൈറ്റുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതീവ രഹസ്യമായിട്ടാണ് ഇവയെല്ലാം സ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും ചില രഹസ്യ താവളങ്ങൾ ഇതിനകം കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. കൊറോബാദ് അണ്ടർഗ്രൗണ്ട് മിസൈൽ ബേസ്, ഇമാം അലി മിസൈൽ ബേസ് ആൻഡ് പാഞ്ച് പല്ല എന്നിവിടങ്ങളിലെ ഭൂഗർഭ ബങ്കറുകളാണ് നിലവിൽ കണ്ടെത്തപ്പെട്ടിരിക്കുന്നത്. ഗൾഫ് തീരപ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള രഹസ്യ കേന്ദ്രങ്ങൾ നിരവധി ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഇറാനിലെ ഇത്തരത്തിലുള്ള ഭൂഗർഭ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗോം നഗരത്തിന്റെ 30 കിലോമീറ്റർ വടക്കായി മുൻ ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോർപ്സ് താവളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇറാനിയൻ ഭൂഗർഭ യുറേനിയം ഷാഹിദ് അലി മുഹമ്മദ് അലി ന്യൂക്ലിയർ ഫെസിലിറ്റി എന്നാണ് ഇത് ഔദ്യോഗികമായി അറിയപ്പെടുന്നത്. 1980-കൾ മുതൽക്കാണ് ഇറാൻ ഭൂഗർഭ താവളങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയതെന്നാണ് രേഖകൾ പറയുന്നത്. ഇറാൻ ഇറാഖ് യുദ്ധമായിരുന്നു ഇത്തരത്തിലുള്ള തീരുമാനത്തിൽ ഇറാനെ കൊണ്ടുചെന്നെത്തിച്ചത്. വ്യോമാക്രമണങ്ങളെ തടയാൻ കഴിയത്തക്ക വിധത്തിലുള്ള പ്രതിരോധ സംവിധാനം രൂപപ്പെടുത്തണം എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻ ഭൂഗർഭ മിസൈൽ സൈറ്റുകൾക്ക് രൂപം നൽകിയത്. എന്തൊക്കെയാണ് ഇവയുടെ പ്രത്യേകതകൾ എന്ന് നോക്കാം. അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ് ഇവയുടെ നിർമ്മാണ രീതികൾ. സാറ്റലൈറ്റുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ മലകളിലും മരുഭൂമികളിലുമാണ് ഇവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പാറ തുരന്ന് നിർമ്മിച്ചതാണ് ഇവയിൽ പലതും. ഒന്നിലധികം പ്രവേശന കവാടങ്ങൾ ഇവയ്ക്ക് ഓരോന്നിനുമുണ്ട്. ഒരു ഭാഗത്ത് നിന്ന് ആക്രമണം നടന്നാൽ മറ്റൊരു ഭാഗത്തുകൂടി രക്ഷപ്പെടാൻ കഴിയുന്ന വിധത്തിലാണ് ഇവയുടെ സജ്ജീകരണം. സ്വതന്ത്ര വൈദ്യുതി ഉൽപാദനം, ജലസംഭരണം, വായുശുദ്ധീകരണ സംവിധാനം എന്നിങ്ങനെ ഒരു നഗരത്തിന് വേണ്ടതായ എന്തെല്ലാമോ അതെല്ലാം ഈ ഭൂഗർഭ നഗരങ്ങളിലുമുണ്ട്. വലിയ ബോറിംഗ് യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് മലകൾ തുരന്നിരിക്കുന്നത്. അകത്തേക്ക് കടന്നാൽ വലിയ വാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കാൻ കഴിയുന്ന വീതിയിലുള്ള റോഡുകൾ കാണാൻ കഴിയും. ചുരുക്കത്തിൽ സംഭരണ കേന്ദ്രമായി മാത്രമല്ല, ഭൂമിക്കടിയിലുള്ള ഒരു സൈനിക നഗരമായിട്ടാണ് ഇവ വിലയിരുത്തപ്പെടേണ്ടത്. ടണലുകളിൽ നിന്ന് നേരിട്ട് മിസൈൽ ലോഞ്ചറുകൾ പുറത്തേക്ക് വരാനും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പ്രവർത്തിപ്പിക്കാനും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വിധത്തിലാണ് ഇവയെ വിന്യസിപ്പിച്ചിരിക്കുന്നത്. ഷഹാബ് 3, ഫെച്ച് 110, കൊറാംഷാർ എന്നിങ്ങനെയുള്ള ഷോർട്ട് മുതൽ മിഡ് റേഞ്ച് വരെയുള്ള
വ്യത്യസ്ത ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ പലതും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇറാന്റെ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഈഗിൾ 44 അഥവാ യഖാബ് 44. മലകളുടെ അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു രഹസ്യ വിമാനത്താവളമാണ്. അണ്ടർഗ്രൗണ്ട് ടാക്ടിക്കൽ എയർബേസ് ആണ് ഈഗിൾ 44. ഫൈറ്റർ ജെറ്റ്, ബോംബർ എയർക്രാഫ്റ്റ്, ഡ്രോൺസ്, ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈൽ എന്നിവയെല്ലാമാണ് ഈ എയർബേസിലുള്ളത്. ദൂരെയുള്ള ശത്രു കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താൻ ഈ ബേസ് വഴി കഴിയും എന്നാണ് ഇറാന്റെ അവകാശവാദം. 2023 ലോകത്തിന് ഈ രഹസ്യ എയർബേസ് ഇറാൻ പരിചയപ്പെടുത്തിയത്. രഹസ്യമായി വിമാനങ്ങൾ സൂക്ഷിക്കാനും അപ്രതീക്ഷിത ആക്രമണം നടത്താനും ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് എളുപ്പത്തിൽ തകർക്കാൻ കഴിയാത്ത സുരക്ഷ ഉറപ്പുവരുത്താനും വേണ്ടിയാണ് ഭൂഗർഭത്തിൽ ഈ വിമാനത്താവളം ഒരുക്കിയിരിക്കുന്നത്. ഈഗിൾ 44 എന്ന് കേൾക്കുമ്പോൾ എന്താണ് 44 കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നൊരു സംശയം ഉണ്ടായേക്കാം. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ 44-ാം വാർഷികത്തിലാണ് ഇതിന്റെ നിർമ്മാണം നടന്നത് എന്നതുകൊണ്ടാണ് 44 എന്ന് ചേർക്കപ്പെട്ടത്. അങ്ങനെ ഇറാന്റെ ചരിത്രവുമായി കൂടി പ്രാധാന്യമുണ്ട് ഈഗിൾ 44. പ്രതിരോധത്തിനുള്ള സംവിധാനം എന്ന നിലയിലാണ് ഇറാൻ ഈ സംവിധാനത്തെ കാണുന്നതെങ്കിലും ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവകാശപ്പെടുന്നത് ഇത് പ്രാദേശിക സുരക്ഷയ്ക്ക് തന്നെ ഒരു വെല്ലുവിളിയാണെന്നാണ്. അതുകൊണ്ട് ഇറാന്റെ ഭൂഗർഭ സൈനിക നഗരം ലോക രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന നിഗൂഢതകൾ അവശേഷിപ്പിക്കുന്ന ഒരു രഹസ്യമാണ്. ലോക രാഷ്ട്രീയത്തിൽ ഇറാന്റെ മിസൈൽ നഗരങ്ങൾ വലിയ ചർച്ചയ്ക്കും ഭീതികൾക്കും കാരണമായി മാറിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മിഡിൽ ഈസ്റ്റിലെ ശക്തി സമവാക്യങ്ങൾ ഇവ നിർണായക ഘടകവുമാണ്. ഭൂമിക്കടിയിൽ ആയിരിക്കുമ്പോൾ ആക്രമണങ്ങളിൽ പിടികൂടാനുള്ള സാധ്യതയുടെ കുറവും സേവനത്തിനും തയ്യാറാക്കുന്നതിനും കൂടുതൽ സുരക്ഷയുമാണ് ഇറാനെ ഭൂഗർഭ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മലകളുടെ അടിയിലും ശക്തമായ കോൺക്രീറ്റ് ബങ്കറുകളിലും നിർമ്മിച്ച ഇറാന്റെ ഭൂഗർഭ കേന്ദ്രങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഭൂമിയുടെ അടിയിലോ മലയുടെ ഉള്ളിലോ നിർമ്മിച്ചിരിക്കുന്ന ശക്തമായ ബങ്കറുകളും ആണവ കേന്ദ്രങ്ങളും മിസൈൽ തുരങ്കങ്ങളും തകർക്കാൻ വേണ്ടി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത പ്രത്യേകതരം ബോംബുകളാണ് ഇവ. സാധാരണ ബോംബുകൾ മുകളിൽ വെച്ച് പൊട്ടുമ്പോൾ ബങ്കർ ബസ്റ്റർ ബോംബുകൾ മണ്ണും കല്ലും കോൺക്രീറ്റും കടന്നുപോയി ചെന്ന് പൊട്ടാൻ തക്ക ശേഷിയുള്ളവയാണ്. അതായത് ബങ്കറുകളും തുരങ്കങ്ങളും ഭൂഗർഭ കേന്ദ്രങ്ങളും നശിപ്പിക്കാൻ കഴിവുള്ളവ. ആണവ കേന്ദ്രങ്ങൾ പോലെയുള്ള രഹസ്യ കേന്ദ്രങ്ങളുടെ നാശത്തിനാണ് ഇവ ഉപയോഗിക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും ശക്തമായ ബങ്കർ ബസ്റ്റർ ബോംബാണ് GBU 57 മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ. 13,600 കിലോ തൂക്കവും ഇവയ്ക്കുണ്ട്. B2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളിൽ നിന്നാണ് ഇവ വിക്ഷേപിക്കുന്നത്. ഇറാന്റെ അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റികൾക്കെതിരായിട്ടാണ് അമേരിക്ക ഈ ബോംബ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. 2025 അമേരിക്ക ഫോർഡോ, നദാൻസ്, ഇസ്ഫാൻ എന്നിവിടങ്ങളിലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കാൻ ആക്രമണം നടത്തിയത് ഇതുപയോഗിച്ചായിരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രോൺ ശക്തികളിലൊന്ന് ഇറാനാണെന്ന് നിസ്സംശയം പറയാം. സാമ്പത്തിക ഉപരോധങ്ങളും സാങ്കേതിക നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നിട്ടും സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിരവധി സൈനിക ഡ്രോണുകൾ ഇറാൻ ഇതിനകം നിർമ്മിച്ചിട്ടുണ്ട്. ശത്രുക്കളുടെ ഓരോ ചലനവും നിരീക്ഷിക്കൽ, ആക്രമണം എന്നിവയെല്ലാമാണ് ഡ്രോണുകളുടെ പ്രധാന ലക്ഷ്യം. സാധാരണയുള്ള നിരീക്ഷണ ഡ്രോണുകളിൽ നിന്ന് ദൂരപരിധി കൂടുതലുള്ള ആക്രമണ ഡ്രോണുകളാണ് ഇറാൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഡ്രോൺ നിർമ്മാണത്തിലേക്ക് ഇറാനെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നതിന് പിന്നിലുള്ളത് ഇറാൻ നേരിടേണ്ടി വന്ന സാമ്പത്തിക ഉപരോധം തന്നെയാണ്. ഷാഹിദ് സീരീസ്, മൊഹാജർ 10, ഷാഹിദ് 149, ഷഹീദ് 110, റാദ് 85 എന്നിവയാണ് ഇറാന്റെ പ്രധാന ഡ്രോണുകൾ. എന്നാൽ ഇവ മാത്രമല്ല, 10,000-കണക്കിന് ഡ്രോണുകൾ ഇറാൻ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഈ ഡ്രോണുകൾ മിഡിൽ ഈസ്റ്റിൽ ഇറാന്റെ യുദ്ധരീതികൾ തന്നെ മാറ്റിമറിച്ചതായിട്ടാണ് വിദഗ്ധരുടെ അഭിപ്രായം. സിറിയയിലും ഇറാഖിലും യമനിലും യുക്രൈനിലും ഇറാന്റെ ഡ്രോണുകൾ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ദൂരം കൂടിയ ആക്രമണങ്ങൾക്കാണ് ഷാഹിദ് സീരീസ് ഡ്രോണുകൾ ഇറാൻ ഉപയോഗിക്കുന്നത്. ലക്ഷ്യസ്ഥാനത്ത് തട്ടിപ്പൊട്ടുന്ന രീതിയിലുള്ള ഇവയ്ക്ക് വില കുറവാണ് എന്നതിനാൽ കൂടുതലെണ്ണം ഉപയോഗിക്കാൻ കഴിയും. ഇറാന്റെ പുതിയ ഡ്രോണായി കണക്കാക്കപ്പെടുന്നത് മൊഹാജർ 10 ആണ്. 24 മണിക്കൂർ വരെ പറക്കാനും 300 കിലോ ഭാരം വഹിക്കാനും 2000 കിലോമീറ്റർ വരെ പ്രവർത്തിക്കാനുള്ള കഴിവുമാണ് മൊഹാജറിന്റെ പ്രത്യേകത. മൊഹാജറിനേക്കാൾ ഒരു പടി കൂടി മുന്നിലാണ് ഷാഹിദ് 149. ഏകദേശം 2500 കിലോമീറ്റർ ആണ് ഇതിന്റെ പ്രവർത്തന പരിധിയിലുള്ളത്. ദീർഘകാല നിരീക്ഷണത്തിനും
ആക്രമണത്തിലുമാണ് ഇവ ഉപയോഗിക്കുന്നത്. വില കുറഞ്ഞ ഡ്രോണുകൾ വൻതോതിൽ നിർമ്മിക്കുകയും ഒരേ സമയം പല ഡ്രോണുകളും ആക്രമണത്തിന് ഉപയോഗിക്കുകയുമാണ് ഇറാന്റെ ഡ്രോൺ തന്ത്രം. ഇറാൻ ചിലപ്പോഴെങ്കിലും വളരെ അപൂർവമായി ഭൂഗർഭ കേന്ദ്രങ്ങളുടെ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ വലിയ തുരങ്കങ്ങളിലൂടെ നിരത്തി വച്ചിരിക്കുന്ന വലിയ ഡ്രോണുകളെയും കാണാം. ലോകത്തിൽ ഏറ്റവും വലിയ മിസൈൽ പദ്ധതികളുള്ള രാജ്യമാണ് ഇറാൻ. ആധുനിക യുദ്ധ സാങ്കേതിക വിദ്യയിലെ ഏറ്റവും ഭീഷണിയേറിയ ആയുധങ്ങളിൽ ഒന്നായ ഹൈപ്പർസോണിക് മിസൈലുകളും ഇറാന്റെ ഭാഗമാണ്. ശബ്ദവേഗതയുടെ 5 ഇരട്ടിയിലധികം വേഗത്തിൽ പറക്കാൻ കഴിയുന്ന, വഴിമാറി ആക്രമിക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ. 3 ഘട്ടങ്ങളിലൂടെയാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രവർത്തിക്കുന്നത്. മിസൈൽ ഒരു വലിയ റോക്കറ്റ് ഉപയോഗിച്ച് ഉയരത്തിലേക്ക് വിക്ഷേപിക്കുന്നതാണ് 1-ാം ഘട്ടം. റോക്കറ്റ് മിസൈൽ വേഗം കൂട്ടി ഉയർന്ന അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുന്നതാണ് 2-ാം ഘട്ടം. റഡാറുകൾക്ക് പോലും പാത കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന ഭാഗം വേർപെട്ട് അതിവേഗത്തിൽ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ കഴിവുള്ളവയാണ് ഇവ. അമേരിക്കയ്ക്കും ഇസ്രായേലിനും തങ്ങളുടെ ശക്തി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇറാൻ ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനും പ്രാദേശിക സൈനിക ശക്തി വർദ്ധിപ്പിക്കാനും ഇതിലൂടെ ഇറാന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ മിസൈലുകളുള്ള രാജ്യവും ഇറാനാണ്. അമേരിക്ക, റഷ്യ, ചൈന, ഉത്തര കൊറിയ എന്നിവയാണ് ഹൈപ്പർസോണിക് ആയുധങ്ങളുള്ള മറ്റു രാജ്യങ്ങൾ. ഫട്ട-1 ഹൈപ്പർസോണിക് മിസൈലാണ് ഇറാൻ ആദ്യമായി പ്രഖ്യാപിച്ച ഹൈപ്പർസോണിക് മിസൈൽ. 2023 ജൂണിലാണ് ഇറാൻ ഇത് ഔദ്യോഗികമായി ആദ്യമായി അവതരിപ്പിച്ചത്. ഫട്ട-2 ആണ് മറ്റൊന്ന്. ആദ്യത്തേതിന്റെ വികസിത രൂപം. പരമ്പരാഗതമായ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയായിട്ടാണ് ഈ 2 ഹൈപ്പർസോണിക് മിസൈലുകളെയും ലോകം കാണുന്നത്. ഇറാന്റെ മറ്റൊരു യുദ്ധതന്ത്രമാണ് സ്പീഡ് ബോട്ട് ആക്രമണവും നേവൽ ഗറില്ല യുദ്ധവും. സമുദ്ര യുദ്ധത്തിലാണ് ഇവ രണ്ടും ഇറാൻ ഉപയോഗിക്കുന്നത്. യുദ്ധക്കപ്പലുകൾക്ക് പകരം ചെറിയ അതിവേഗ ബോട്ടുകൾ ഉപയോഗിച്ച് ശത്രുക്കളെ ആക്രമിക്കുന്ന തന്ത്രമാണ് ഇത്. അമേരിക്കയുടെ വലിയ നാവിക ശക്തികളോട് നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ ബോട്ടുകളും മൈനുകളും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള അപ്രതീക്ഷിത ആക്രമണങ്ങൾ നടത്തുക എന്നതാണ് ഇതിലെ രീതി. അപ്രതീക്ഷിത ആക്രമണവും ഒളിയാക്രമണവുമാണ് ഇതിന്റെ പ്രത്യേകത. പലപ്പോഴും വലിയ യുദ്ധക്കപ്പലുകളെ പോലും മുൾമുനയിൽ നിർത്താൻ ചെറിയ ബോട്ടുകളുടെ ഈ പോരാട്ടത്തിന് സാധിച്ചിട്ടുണ്ട്. കാരണം വലിയ കപ്പലുകളെ കൂട്ടത്തോടെ വളഞ്ഞാക്രമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സ്വാം അറ്റാക്ക് എന്നാണ് ഈ ആക്രമണത്തിന്റെ പേര്. 10 മുതൽ 30 വരെ സ്പീഡ് ബോട്ടുകൾ ഒരേ സമയം ആക്രമിക്കുകയും വിവിധ ദിശകളിൽ നിന്ന് യുദ്ധക്കപ്പലിനെ ലക്ഷ്യം വെക്കുകയും ചെയ്യും. ഇറാന്റെ ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് നേവിക്ക് 100 കണക്കിന് സ്പീഡ് ബോട്ടുകളുണ്ട്. അഷുറ ക്ലാസ് ആണ് ഇതിൽ മുൻപൻ. ഏകദേശം 90 നോട്ട് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ചെറുതും എന്നാൽ അത്യധികം ആക്രമണോത്സവമായ ബോട്ടാണ് ഇത്. പീകാപ്പ് ഗ്ലാസ്, ഹൈദർ 110 എന്നിവയാണ് ഇതര ബോട്ടുകൾ. ഇതിൽ ഹൈദർ 110 ലോകത്തിലെ തന്നെ ഏറ്റവും വേഗമുള്ള യുദ്ധബോട്ടുകളിൽ ഒന്നാണ്. ഹെവി മെഷീൻ ഗൺ, റോക്കറ്റ് ലോഞ്ചർ, ആന്റിഷിപ്പ് മിസൈൽ, ടോർപിഡോ, കടൽ മൈനുകൾ എന്നിവയെല്ലാമാണ് സ്പീഡ് ബോട്ടുകളിലെ പ്രധാന ആയുധങ്ങൾ. താരതമ്യേന ചെലവ് കുറവ് എന്നതാണ് ഈ ആക്രമണത്തിന്റെ മറ്റൊരു പ്രത്യേകത. വലിയ യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നത് വളരെ ചെലവേറിയതാകുമ്പോൾ അവയേക്കാൾ കൂടുതൽ ഫലപ്രദമായും എളുപ്പത്തിലും കൈകാര്യം ചെയ്യാൻ ഇത്തരം ചെറിയ സ്പീഡ് ബോട്ടുകൾക്ക് കഴിയുന്നു. ദാവീദ് ഗോലിയാത്ത് യുദ്ധം എന്നാണ് ഇറാന്റെ ചെറിയ സ്പീഡ് ബോട്ടുകളും ശത്രുരാജ്യങ്ങളുടെ വലിയ യുദ്ധക്കപ്പലുകളും തമ്മിലുള്ള ഏറ്റുമുട്ടുകളെ സൈനിക വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. മിസൈലുകൾക്കും ഡ്രോണുകൾക്കും സ്പീഡ് ബോട്ടുകൾക്കും പുറമെ ഇറാന്റെ മറ്റൊരു ശക്തമായ ശത്രു സംഹാര പദ്ധതിയാണ് ഇറാനിയൻ സൈബർ ആർമി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്റർനെറ്റിന്റെ ലോകത്ത് നടക്കുന്ന ഡിജിറ്റൽ യുദ്ധമായ ഇതിനെ ഇറാൻ തങ്ങളുടെ പ്രധാനപ്പെട്ട ആയുധമായിട്ടാണ് കണക്കാക്കുന്നത്. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ശത്രുക്കളെ നേരിടുകയും ചെയ്യുന്നതിനായി രൂപീകരിച്ചിട്ടുള്ള ഹാക്കർ സംഘങ്ങളും സൈബർ യുദ്ധ സംവിധാനങ്ങളും ഉൾപ്പെടുന്ന സംവിധാനമാണ് ഇത്. 2009 മുതൽക്കാണ് ഈ പേര് ലോകത്തിന് പരിചിതമാകുന്നത്. കാരണം അന്ന് ട്വിറ്റർ ഹാക്ക് ചെയ്തപ്പോൾ ഹോം പേജിൽ പ്രത്യക്ഷപ്പെട്ട സന്ദേശം ദിസ് സൈറ്റ് ഹാസ് ബീൻ ബ്ലോക്ക്ഡ് ബൈ ഇറാനിയൻ സൈബർ ആർമി എന്നായിരുന്നു. അന്ന് മുതൽക്കാണ് സൈബർ പോരാളികളെ വിന്യസിച്ചുകൊണ്ടുള്ള ഇറാന്റെ മറിമായങ്ങളെ കുറിച്ച് ലോകത്തിന് ബോധ്യമായത്. ഇറാന്റെ മറ്റ് സൈനിക സംവിധാനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോർപ്പ് തന്നെയാണ് ഈ സൈബർ യുദ്ധത്തിലും
പ്രധാന പോരാളികൾ. സർക്കാർ പിന്തുണയുള്ള ഹാക്കർ ഗ്രൂപ്പുകളും യുവാക്കളെയും സന്നദ്ധ പ്രവർത്തകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ബാസ്ജിദ് എന്ന സംഘടനയും സൈബർ രംഗത്തിനു വേണ്ടിയുള്ള ഇറാന്റെ പോരാളികളാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഗവൺമെന്റ് സംവിധാനങ്ങളെയും അവശ്യ സർവീസുകളെയും വരെ ഹാക്ക് ചെയ്യാൻ ഇറാന്റെ ഈ ബിരുദന്മാർക്ക് കഴിവുണ്ട്. ശത്രുരാജ്യങ്ങളുടെ രഹസ്യവിവരങ്ങൾ ശേഖരിക്കുക, വൈദ്യുതി, ബാങ്കിംഗ്, എണ്ണ വ്യവസായം എന്നിങ്ങനെ ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ ആക്രമിക്കുക, സോഷ്യൽ മീഡിയ വഴി രാഷ്ട്രീയ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക, ഇറാനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളോട് പ്രതികരിക്കുക എന്നിങ്ങനെ വിവിധ ജോലികളാണ് ഇവർ നിർവഹിച്ചു പോരുന്നത്. സൈബർ സുരക്ഷാ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളുടെ പേരിൽ ആരോപണ വിധേയമായിരിക്കുന്ന സംഭവത്തിൽ പ്രധാനപ്പെട്ടത് അമേരിക്കൻ ബാങ്കുകൾക്കെതിരായി നടന്ന DDoS ആക്രമണങ്ങളാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന്റെ മറ്റൊരു മുഖം ഈ സൈബർ യുദ്ധങ്ങളാണ്. ഒരുപക്ഷെ ഏറ്റവും രഹസ്യവും ശക്തവുമായ യുദ്ധവും സൈബർ ലോകത്ത് നടക്കുന്ന യുദ്ധവും തന്നെയാണ്. ഇറാന്റെ സൈബർ യുദ്ധങ്ങൾക്കെതിരെ ഇസ്രായേൽ തീർക്കുന്ന പ്രതിരോധമാണ് യൂണിറ്റ് 8200. ഇസ്രായേൽ സൈന്യത്തിലെ ഏറ്റവും രഹസ്യമായ ഇന്റലിജൻസ് വിഭാഗങ്ങളിൽ ഒന്ന്. യൂണിറ്റ് 8200 ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും മിസൈൽ സംവിധാനങ്ങളും ബാങ്കുകളും സർക്കാർ നെറ്റ്വർക്കുകളും വ്യവസായ സംവിധാനങ്ങളിൽ ലക്ഷ്യമാക്കി ഡിജിറ്റൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ അമേരിക്കയുടെ കൂടി സഹകരണത്തോടെ ഇസ്രായേൽ നടത്തിയ ഏറ്റവും പ്രശസ്തമായ സൈബർ ആക്രമണമായിരുന്നു സ്റ്റക്സ്നെറ്റ്. ഇറാനിലെ നദാൻസ് ന്യൂക്ലിയർ ഫെസിലിറ്റി എന്ന ആണവ കേന്ദ്രത്തിലെ യുറേനിയം സമ്പുഷ്ടീകരണ യന്ത്രങ്ങൾ തകർത്തത് ഇതായിരുന്നു. ശത്രുക്കളുടെ ഫോൺ, റേഡിയോ, ഇന്റർനെറ്റ് സന്ദേശങ്ങൾ എന്നിവ പിടികൂടുകയും കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് വൈറസ് കടത്തിവിട്ട് സംവിധാനങ്ങൾ തകരാറിലാക്കലും ബില്യൺ കണക്കിന് ഡേറ്റ പരിശോധിച്ച് ശത്രുക്കളുടെ പ്രവർത്തനം കണ്ടെത്തലും എല്ലാം നടത്താൻ യൂണിറ്റ് 8200 ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇതിനെതിരെ ഇറാനും ശക്തമായ ചില ഹാക്കർ ഗ്രൂപ്പുകളെ രൂപീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സർക്കാർ വെബ്സൈറ്റുകളെ തകർക്കാനും ബാങ്കുകളും അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കാനുമായി വിന്യസിച്ചിരിക്കുന്ന ഈ ഹാക്കർ ഗ്രൂപ്പുകളുടെ പേരുകളാണ് APT34, APT35, മഡി വാട്ടർ. യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള നമ്മളിൽ ഭൂരിപക്ഷത്തിന്റെയും സങ്കല്പങ്ങളെയാണ് പുതിയ കാലവും പുതിയ ലോകവും ചേർന്ന് തകർത്തെറിയുന്നത്. ആണവായുധങ്ങളോടും മിസൈലുകളോടും ഒപ്പം രാജ്യങ്ങളുടെ ശക്തി നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമായി ഇന്ന് സൈബർ യുദ്ധങ്ങൾ മാറിയിരിക്കുന്നു. ഭൂമിയിലെ യുദ്ധത്തെക്കാളോ അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പമോ എന്ന തോതിൽ ഇപ്പോൾ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആകാശ യുദ്ധങ്ങളും സൈബർ യുദ്ധങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മിസൈലുകൾ പോലും പറപ്പിക്കാതെ വൈറസ് മാത്രം കൊണ്ട് ഒരു രാജ്യത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ സ്വാധീനിക്കുന്ന വിധത്തിൽ യുദ്ധതന്ത്രങ്ങൾ മാറിയിരിക്കുന്നു. ഭൂഗർഭ കേന്ദ്രങ്ങളും ഡ്രോണുകളും സൈബർ പോരാളികളും പോലെ തന്നെ ഇറാനെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു ഘടകമാണ് ഇറാന്റെ ഡ്യുവൽ മിലിറ്ററി സിസ്റ്റം. മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇറാന്റെ സൈനിക സംവിധാനം. സാധാരണയായി എല്ലാ രാജ്യങ്ങൾക്കും ഒരു ഏകീകൃത സൈന്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇറാനിൽ അത് രണ്ട് വ്യത്യസ്ത സൈനിക ശക്തികളുണ്ട്. ഒരേ സമയം രണ്ടും പ്രവർത്തിക്കുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആർമിയും ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സുമാണ് ഈ രണ്ട് സൈന്യങ്ങൾ. ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം റുഹോർലോ ഖമേനി രൂപം നൽകിയതാണ് ഇതിൽ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ്. മുഹമ്മദ് റസ പഹ്ലവിയുടെ കാലത്ത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആർമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഭരണമാറ്റം സംഭവിച്ചപ്പോൾ പുതിയ ഭരണകൂടത്തിന് പഴയ സൈന്യവിഭാഗത്തോട് വിശ്വാസ്യത കുറയുകയും തങ്ങളുടെ ഐഡിയോളജിക്ക് അനുസരിച്ചുള്ള പുതിയ സൈന്യത്തിന് രൂപം നൽകുകയുമായിരുന്നു. ഇതിൽ ആർട്ടേഷ് എന്നത് ഇറാന്റെ പരമ്പരാഗത സൈന്യമാണ്. രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കലും വ്യോമ പ്രതിരോധവും കടൽ സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി പരമ്പരാഗത യുദ്ധങ്ങളാണ് സൈന്യം നടത്തുന്നത്. എന്നാൽ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പ്രധാന ദൗത്യം ഇസ്ലാമിക റിപ്പബ്ലിക് ഭരണകൂടത്തെ സംരക്ഷിക്കുകയും വിപ്ലവ ആശയങ്ങളെ കാക്കുകയും മിസൈൽ പദ്ധതികൾക്ക് മേൽനോട്ടം വഹിക്കുകയുമാണ്. രണ്ട് സൈന്യവിഭാഗങ്ങൾക്കും കരസേനയും നാവികസേനയുമുണ്ട്. എന്നാൽ റെവല്യൂഷണറി ഗാർഡ് കോർപ്സിന് എയർ സ്പേസ് ഫോഴ്സും ഇന്റലിജൻസ് യൂണിറ്റുകളും കൂടിയുണ്ട്. ഗഡ്സ് ഫോഴ്സ്, ബസിജ് ഫോഴ്സ് എന്നിവയാണ് റെവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പ്രത്യേക വിഭാഗങ്ങൾ. ആദ്യത്തേത് വിദേശ രഹസ്യ പ്രവർത്തനം നിർവഹിക്കുമ്പോൾ രണ്ടാമത്തേത് ആഭ്യന്തര സുരക്ഷയ്ക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ലോകത്തെ ഏറ്റവും സങ്കീർണമായ സൈനിക സംവിധാനമുള്ള രാജ്യമാണ് ഇറാൻ എന്നതിന്റെ പ്രധാന തെളിവാണ് ബാഹ്യ ആക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുന്ന ആർട്ടേഷും ഭരണകൂടത്തെയും വിപ്ലവ ആശയങ്ങളെയും സംരക്ഷിക്കുന്ന ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ് കോർപ്സും.
ഇങ്ങനെ വിവിധ തരത്തിൽ മൾട്ടി ലെയർ നേവൽ വാൾഫെയർ സിസ്റ്റം വികസിപ്പിച്ചെടുത്ത് ശത്രു സംഹാരത്തിന് കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ. യുദ്ധം ദിവസങ്ങൾ പിന്നിട്ടിരിക്കവേ ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ എന്നും പ്രധാന വിഷയമായിരുന്നു ഹോർമൂസ് കടൽപാത. മുമ്പും പല അവസരങ്ങളിൽ ഇറാൻ ഈ പാത അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാരണത്താൽ തന്നെയാണ് ലോകശക്തികൾ ഈ പ്രദേശത്ത് സൈനികരെ വിന്യസിച്ചിരിക്കുന്നത്. ഇത്രയധികം നിർണായകമായ ഹോർമൂസ് കപ്പൽ പാത എവിടെയാണെന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽ വ്യാപാര പാതകളിൽ ഒന്നായ ഹോർമൂസ് കടൽപാത ഇറാന് വടക്കായും ഒമാന് തെക്കായുമാണ് സ്ഥിതി ചെയ്യുന്നത്. 33 കിലോമീറ്റർ മാത്രമാണ് ഈ കപ്പൽ പാതയുടെ ഏറ്റവും കുറഞ്ഞ വീതി. ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ വലിയൊരു വിഹിതം, അതായത് 20% വരെ ഈ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ്, കുവൈത്ത്, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളുടെ എണ്ണ കയറ്റുമതിയിൽ പ്രധാന പാതയായി വർത്തിക്കുന്നത് ഹോർമൂസ് കപ്പലിടുക്കാണ്. ഈ ഹോർമൂസ് കപ്പലിടുക്കാണ് ഇറാൻ അടച്ചിരിക്കുന്നത്. ഈ ജലപാതയിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് തീയിടുമെന്നും ഭീഷണിയുണ്ട്. ജലപാതയിലൂടെയുള്ള എണ്ണ വ്യാപാരത്തിന്റെ സിംഹഭാഗവും എത്തുന്നത് ഏഷ്യയിലാണ്. സിൽക്ക്, സെറാമിക്സ്, തുണിത്തരങ്ങൾ എന്നിവയും ഈ കടലിടുക്കിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കടലിടുക്ക് അടച്ചതിലൂടെ ഏറെ ദോഷഫലങ്ങൾ നാം അനുഭവിക്കേണ്ടതായി വരും. ഇറാന്റെ മിസൈലുകൾ UAEയെയും ബഹ്റൈനെയും കുവൈറ്റിനെയും ലക്ഷ്യമാക്കി കുതിച്ചു പായുമ്പോൾ പ്രവാസികളായ മലയാളികളുടെ ജീവിതങ്ങൾക്കാണ് പൊള്ളലേൽക്കുന്നത്. ജീവന് മാത്രമല്ല, ഭാവി ജീവിതത്തിനു കൂടി ഭീഷണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം. യുദ്ധം തുടർന്നാൽ ഗൾഫിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മലയാളികളുടെ ജീവിതങ്ങൾ വഴിമുട്ടും. പലർക്കും ജോലി നഷ്ടമാകും. അത് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് കനത്ത ആഘാതമായിരിക്കും വരുത്തിവെക്കുന്നത്. ജോലി നഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് ആളുകൾ വരുന്നതോടെ കേരളത്തിലെ തൊഴിലില്ലായ്മ ഇരട്ടിയാകും. മാത്രമല്ല, വ്യോമപാതകൾ അടച്ചതോടെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്കോ നാട്ടിൽ നിന്ന് ഗൾഫിലേക്കോ പോകാൻ കഴിയാതെ ജനങ്ങൾ സന്നിഗ്ധാവസ്ഥയിലാണ്. അത്യന്തം നിസ്സഹായവും ദയനീയവും പരിതാപകരവുമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചരക്കുകൂലി കുത്തനെ ഉയരാനും അതുവഴിയായി വിലക്കയറ്റത്തിനും വഴിയൊരുക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും മലയാളിയുടെ ജീവിതങ്ങളെയും ഏറെ പ്രതികൂലമായി ബാധിക്കുന്നവ കൂടിയാണ് ഈ പ്രതിസന്ധികളെല്ലാം. ഗൾഫ് മേഖലയെ ബാധിക്കുന്ന ഏതൊരു പ്രശ്നവും കേരളത്തിന്റെ കൂടി പ്രശ്നമാണ്. ഗൾഫിലേക്ക് നോക്കി ജീവിതത്തിന്റെ ഊടും പാവും നെയ്യുന്ന അനേകർ കേരളത്തിലുമുണ്ട്. യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള തങ്ങളുടെ അലംഘനീയമായ അവകാശം അംഗീകരിക്കണമെന്ന് ഇറാൻ ചർച്ചയിൽ നിർബന്ധം പിടിച്ചതോടെയാണ് സന്ധി സംഭാഷണങ്ങൾ പാതി വഴിയിൽ നിശ്ചലമായിരിക്കുന്നത്. യുറേനിയം സമ്പുഷ്ടമാക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ഇറാൻ തങ്ങളുടെ പിടിവാശിയിൽ മുറുകെ നിന്നപ്പോൾ നിങ്ങളെ അതിൽ നിന്ന് തടയാൻ തങ്ങൾക്കും അവകാശമുണ്ടെന്നായിരുന്നു US-ന്റെ നിലപാട്. അടുത്ത 10 വർഷത്തേക്കുള്ള യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കണമെന്നായിരുന്നു ഇറാനോടുള്ള അമേരിക്കയുടെ നിലപാട്. പകരമായി ആണവ ഇന്ധനത്തിനുള്ള തുക നൽകാമെന്നും അമേരിക്ക വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ ഈ വാഗ്ദാനം ഇറാൻ നിരസിച്ചതോടെയാണ് നയതന്ത്ര ചർച്ചകൾക്ക് വൻതോതിൽ തിരിച്ചടി നേരിട്ടത്. ഈ പ്രതിസന്ധിയെ ഇറാനെതിരെ പ്രയോഗിക്കാനുള്ള കാരണമാക്കി മാറ്റിയിരിക്കുകയാണ് ഇസ്രായേൽ. ഇപ്പോൾ ഇറാനെ ആക്രമിച്ചില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അത് സാധിക്കില്ലെന്നും പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ഇറാൻ ഇസ്രായേലിനെതിരെ തിരിയുമെന്നുമാണ് ഇറാനെതിരെ യുദ്ധസന്നദ്ധമാക്കാൻ നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ആണവായുധ ശേഖരവും ഭൂഗർഭ ബാങ്കറുകളും ഉപയോഗിച്ച് ഇറാൻ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നാണ് അദ്ദേഹം ആശങ്കപ്പെടുന്നത്. ഇറാന്റെ ആണവായുധങ്ങളെയും ഭൂഗർഭ മിസൈൽ നഗരങ്ങളെയും കുറിച്ച് അറിയാവുന്നവർ ഇക്കാര്യത്തോട് യോജിക്കുകയും ചെയ്യും. ഇസ്രായേൽ ലക്ഷ്യമാക്കി ഇറാൻ ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ വഹിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചത് നെതന്യാഹുവിന്റെ ആശങ്കകൾ ആസ്ഥാനത്തല്ലെന്നും വ്യക്തമാക്കും. ആധുനിക സാങ്കേതിക വിദ്യകൾ സൈനിക ശേഷിക്ക് വേണ്ടി പ്രയോഗിക്കുന്നതിൽ ഇറാനെ പോലെ മികവ് പുലർത്തുന്ന മറ്റൊരു രാജ്യമുണ്ടോ എന്ന് പോലും സംശയിക്കത്തക്ക വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിലൊന്നാണ് ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചിരിക്കുന്ന ക്ലസ്റ്റർ ആയുധങ്ങൾ. ഒറ്റ സ്ഫോടനത്തിന് പകരം ആകാശത്ത് വെച്ച് പിളരുകയും 100 കണക്കിന് ചെറിയ ബോംബുകൾ വിശാലമായ പ്രദേശത്തേക്ക് വിതറുകയും ചെയ്യുക എന്നതാണ് ക്ലസ്റ്റർ ആയുധങ്ങളുടെ പ്രത്യേകത. കിലോമീറ്ററുകളോളം വിനാശകരമായ ശകലങ്ങൾ വ്യാപിപ്പിക്കാൻ പ്രാപ്തിയുള്ള 80 സബ് മോണിഷനുകൾ വരെ വഹിക്കാൻ ശേഷിയുള്ളവയാണ് ഇറാനിയൻ മിസൈലുകൾ. വിന്യസിക്കപ്പെടുന്ന നിമിഷം തന്നെ
ഇവയെല്ലാം പൊട്ടിച്ചിതറമെന്നില്ല. പകരം വർഷങ്ങളോളം ഇവ കുഴിബോംബുകളായി കിടക്കാനും സാധ്യതയുണ്ട്. അപ്രതീക്ഷിത നിമിഷത്തിൽ ഒരു പറ്റം നിരപരാധികളുടെ ജീവൻ അപഹരിച്ചുകൊണ്ടായിരിക്കാം അവ പൊട്ടിത്തെറിക്കുന്നത്. അങ്ങനെ ദൂരവ്യാപകമായ അനന്തരഫലങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ക്ലസ്റ്റർ ആയുധങ്ങളിലാണ് ഇറാൻ ഇപ്പോൾ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത്. ക്ലസ്റ്റർ ആയുധങ്ങളുടെ മറ്റൊരു പ്രത്യേകത 100-ലധികം രാജ്യങ്ങൾ ക്ലസ്റ്റർ മ്യൂണിഷൻ കൺവെൻഷൻ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നതാണ്. ഉപയോഗത്തിന് പിന്നിലുള്ള അപകട സാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ രാജ്യങ്ങൾ ക്ലസ്റ്റർ ആയുധങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും ഉൽപാദനവും നിരോധിച്ചുകൊണ്ടുള്ള കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. പക്ഷേ ഇറാനോ ഇസ്രായേലോ ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ ഇക്കാര്യത്തിൽ നിയമലംഘനം നടത്തി എന്ന് നമുക്ക് ആരോപിക്കാനാവില്ല. പക്ഷേ സാധാരണക്കാരുടെ ജീവൻ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻ ഇത്തരം മാരകായുധങ്ങൾ ഉപയോഗിക്കുന്നത് യാഥാർത്ഥ്യമാണ്. ക്ലസ്റ്റർ ബോംബുകളെ കൂടാതെ സോവിയറ്റ് കാലഘട്ടത്തിലെ പല ആയുധങ്ങളും ഇറാന്റെ ശേഖരത്തിലുണ്ട് എന്ന് അന്താരാഷ്ട്ര പ്രതിരോധ വിശകലന ഗ്രൂപ്പായ ജെയിംസ് ഇൻഫർമേഷൻ ഗ്രൂപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ സാന്ദർഭികമായി ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിനെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിനെയും അമേരിക്കൻ സ്വാധീനത്തെയും എതിർക്കുന്ന രാജ്യങ്ങളും സായുധ സംഘടനകളും ചേർന്നുള്ള അനൗദ്യോഗിക കൂട്ടായ്മയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ഇറാനെ കേന്ദ്രസ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് ലെബനോൻ, ഗാസ, യമൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. തന്മൂലം ലെബനോനിലെ ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ്, യമനിലെ ഹൂത്തീസ്, ഇറാഖിലെ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് എന്നിവയ്ക്ക് ഇറാൻ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നുണ്ട്. ഇസ്രായേൽ അധിനിവേശത്തെയും അമേരിക്കൻ സൈനിക സാന്നിധ്യത്തെയും എതിർക്കുന്ന ഉപരോധം എന്ന നിലയിലാണ് റെസിസ്റ്റൻസ് എന്ന പദം ഉപയോഗിക്കുന്നത്. ഇറാന്റെ കാഴ്ചപ്പാടിൽ റെസിസ്റ്റൻസ് എന്നത് പാശ്ചാത്യ ആധിപത്യം ചെറുക്കാനുള്ള കൂട്ടായ്മയാകുമ്പോൾ അമേരിക്കയും ഇസ്രായേലും ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടനയായിട്ടാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇസ്രായേലിനെയും അമേരിക്കയും എതിർക്കാൻ വേണ്ടി ഇറാന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ഭീകരവാദ സ്വഭാവമുള്ള ഒരു സംഘടനയാണ് ഇത്. 21ാം നൂറ്റാണ്ടിലെ യുദ്ധരീതികൾ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആയുധങ്ങളും വെടിക്കോപ്പുകളും ടാങ്കുകളും യുദ്ധവിമാനങ്ങളുമാണ് കഴിഞ്ഞ കാലം വരെ യുദ്ധങ്ങളിൽ നിർണായകമായിരുന്നതെങ്കിൽ ഇന്ന് അതിനെ എല്ലാം മറികടന്ന് ഡ്രോണുകൾ വലിയൊരു ഭാഗം ഏറ്റെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പുതിയ കാലത്തിന്റെ പുത്തൻ യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിൽ മുൻപന്തിയിലാണ് ഇറാൻ. ഇറാന്റെ ഭൂഗർഭ ഡ്രോൺ മിസൈൽ നഗരങ്ങൾ അതിന്റെ വ്യക്തമായ സൂചനകളാണ്. ലോക സമൂഹത്തിന്റെ നന്മയ്ക്ക് തന്നെ ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുകയും ശത്രുക്കളെ മുച്ചൂടും നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയും ചെയ്യുന്ന ഇറാന്റെ സ്വകാര്യ അഹങ്കാരമായ ഭൂഗർഭ കേന്ദ്രങ്ങളും ആയുധ നിർമ്മാണശാലകളും തകർക്കപ്പെടണം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മലനിരകളെയും മരുഭൂമികളെയും തുരന്ന് അടിയിലായി കിലോമീറ്ററുകളോളം നീളുന്ന തുരങ്കങ്ങൾ നിർമ്മിച്ച് അതീവ സുരക്ഷിതമായി നിർമ്മിച്ചിരിക്കുന്ന ഇറാന്റെ ഭൂഗർഭ ആയുധപ്പുരകൾ പശ്ചിമേഷ്യയ്ക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ തന്നെ ഭീഷണിയാണ്. ഇതിനിടയിൽ പല ഭൂഗർഭ കേന്ദ്രങ്ങളും തകർക്കപ്പെട്ടിട്ടുള്ളതായും പല വാർത്തകളുണ്ട്. എങ്കിലും തകർന്നതിനേക്കാളേറെ തകർക്കപ്പെടാനുള്ള ഭൂഗർഭ സൈനിക താവളങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്. കാരണം ഇത് ഇറാനാണ്. പിശാചിനോടാണ് കളിക്കുന്നതെന്നും മുൻപിൽ നോക്കാതെയുള്ള കളിയാണ് ഇതൊന്നുമുള്ള ചില മുന്നറിയിപ്പുകളും ഭീഷണികളും വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ സൂചനകൾ തന്നെയാണ്. ഇറാനെതിരെ ഒരുമിച്ച് നിൽക്കുന്നതിലൂടെ ഇനിയും നിരവധി രാജ്യങ്ങളുമായി സമാധാന ഉടമ്പടികൾ ഒപ്പിടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഇസ്രായേൽ. ഡൊണാൾഡ് ട്രംപുമായി ചേർന്ന് മുൻപ് നടപ്പിലാക്കിയ എബ്രഹാം ഉടമ്പടി പ്രകാരം 4 അറബ് രാജ്യങ്ങളുമായി ഇതിനകം സമാധാന കരാർ ഉണ്ടാക്കാൻ സാധിച്ചുവെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. സമാധാനത്തിനുള്ള വലിയൊരു ശ്രമമാണ് ഇപ്പോഴുള്ള ഏറ്റുമുട്ടലിലൂടെ നടക്കുന്നതെന്നും അതുകൊണ്ട് ഇതൊരു അവസാനമില്ലാത്ത യുദ്ധമായി ആരും വിചാരിക്കരുതെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിലേക്കുള്ള ഒരു കവാടം എന്ന നിലയിലാണ് യുദ്ധത്തെ നെതന്യാഹു വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ വാക്കുകൾ മുഖവിലക്കെടുക്കാൻ കഴിയുമെങ്കിൽ സൈനിക നീക്കത്തിലൂടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഇപ്പോഴത്തെ യുദ്ധങ്ങൾക്ക് കഴിയുമെന്ന് കരുതാം. പക്ഷേ യുദ്ധഭ്രാന്തന്മാരായ അധികാരികൾ ചിതറിക്കപ്പെടുക തന്നെ വേണം. എന്നാൽ ഈ യുദ്ധം നീണ്ടു പോവുകയുമരുത്. പശ്ചിമേഷ്യയിലെ സാധാരണക്കാരായ മനുഷ്യരെ മുതൽ ലോകത്തിന്റെ ഏതെങ്കിലുമൊക്കെ അറ്റത്തുള്ളവരെ വരെ ഈ യുദ്ധം പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് യുദ്ധം അവസാനിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുക തന്നെ വേണം. യുദ്ധങ്ങൾക്കെതിരെ ഉയർത്താൻ കഴിയുന്ന ശക്തമായ കോട്ടയാണ് പ്രാർത്ഥന. ഗൾഫ് നാടുകളിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് കരച്ചിലും വിലാപവുമായി കഴിയുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റിനുമുണ്ട്.
അവരുടെ ഹൃദയങ്ങളിൽ ശാന്തി ഉണ്ടാകണം, സമാധാനം പുലരണം, വരണ്ടുപോയ പുഞ്ചിരികൾ വീണ്ടും എടുക്കപ്പെടണം. ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങൾ അവസാനിക്കണം, യുദ്ധത്തിന് വിരാമം കുറിക്കപ്പെടണം. അതാണ് ഇന്ന് നമ്മുടെ മുൻപിലുള്ള ഏറ്റവും മുൻഗണനയുള്ള വിഷയം. കൂടുതൽ രക്തരൂഷിതമായ കലാപങ്ങളും യുദ്ധങ്ങളും ആളഭയങ്ങളും സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥന ശക്തമാക്കാം. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ലയോ 14 പാപ്പ മുതൽ CBCയെയും KCBCയെയും സീറോ മലബാർ സഭ വരെ ഇതേ നിയോഗവുമായി പ്രാർത്ഥനകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാർത്ഥനകളിൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ കൂടി ചേർത്ത് വെക്കാം. യുദ്ധം അവസാനിക്കട്ടെ.